Hi all, welcome to a new session of investment management. Here we are going to discuss a new area or new chapter, that is portfolio analysis and selection. Before we going to discussing what you mean by portfolio analysis and what you mean by portfolio selection, we should know what you mean by portfolio. Actually, the portfolio, simply we can say, portfolio is a collection of securities. Simply, we can say it is a combination of assets. The main factor which affect to invest in a portfolio, that is risk. Risk is one of the most important factor to invest in a particular portfolio rather than invest in an individual security. We want to reduce the risk. The individual can want to reduce the risk, so they invest in a portfolio. Portfolio means the collection of security or combination of assets. Invest in several securities simultaneously. The loss is one will be compensated by the gain in another. So while we invest in a combination of assets or combination of security, we can reduce or minimize the loss by compensated by the gain in another. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഗെയിനും ലോസും നമ്മൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീനെ അത്രത്തോളം ബാധിക്കും. എന്നാൽ ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റിയിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്കോ ഉണ്ടാകുന്ന ലോസ് നമുക്കെങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവാം, അതെല്ലാത്തിനെ ബാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു സെക്യൂരിറ്റിയിൽ നിന്ന് നമുക്കത് ഗെയിനായി മാറുകയും ചെയ്യും. സോ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റി ആണെന്ത് പ്രിഫർ ചെയ്യേണ്ടതെന്നാണ് പോർട്ട്ഫോളിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് എ പോർട്ട്ഫോളിയോ ഈസ് കോൾഡ് എ ഡൈവേഴ്സിഫിക്കേഷൻ. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എൻറ്റയർ പ്രോസസ്സിനെ വി കൻ സേ ദാറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ. Holding more than one security at a time is an attempt to spread and minimize risk by not putting all eggs in one basket. We know we can save our investment. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ നോട്ട് പുട്ടിങ് ഓൾ എഗ്സ് ഇൻ വൺ ബാഗ്സ്. ലൈക്ക് ഓക്കെ, നമ്മളെങ്ങനെയാണ് എഗ്സ് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ബാസ്ക്കറ്റിൽ ഇടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, അതിനൊന്ന് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പാർട്ടായിട്ട് 2-3 ബാസ്ക്കറ്റിലോട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്, പൊട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലൈക്ക് ദാറ്റ് ഹോൾഡിംഗ് മോർ ദാൻ വൺ സെക്യൂരിറ്റി അറ്റ് എ ടൈം ഈസ് ആൻ അറ്റംപ്റ്റ് ടു സ്പ്രെഡ് ആൻഡ് മിനിമൈസ് റിസ്ക്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി മാത്രം ഹോൾഡ് ചെയ്യാതെ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് അവർ റിസ്ക് ഓർ സ്പ്രെഡ് അവർ റിസ്ക്. ദെൻ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. We can classify the portfolio into 5 categories. First one is the patient portfolio, aggressive portfolio, conservative portfolio, efficient portfolio, and moderately aggressive portfolio. We can look at one by one. The first one is patient portfolio. Here, the investor expects to deliver higher earning on a regular basis regardless of economic conditions. ഒരു ഇൻവെസ്റ്റർ എന്താണ്, എക്കണോമിക് കണ്ടീഷനൊന്നും ബാധിക്കാതെ ഹയർ ഇൻകം വേണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവർ സെലക്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ് ദ പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ. ദ മെജോറിറ്റി ഓഫ് സ്റ്റോക്സ് ഇൻ പോർട്ട്ഫോളിയോ റിപ്രസെൻറ്റ് ക്ലാസിക് ഗ്രോത്ത് കമ്പനീസ്. ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോയിലെ മേജർ ഷെയർസും അല്ലെങ്കിൽ മേജർ സെക്യൂരിറ്റി എങ്ങനെയായിരിക്കും, ഗ്രോത്ത് കമ്പനിയുടെ സെക്യൂരിറ്റീസ് ആയിരിക്കും ആ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുക. സോ എന്താണ്, ആക്ച്വലി വെൽ നോൺ സ്റ്റോക്സിലായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ സെക്യൂരിറ്റി എന്താണ്, ആക്ച്വലി ദേ ഗിവ് റെഗുലർ റിട്ടേൺ.
സോ ഹയർ ഏർണിംഗ് അല്ലെങ്കിൽ റെഗുലർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നവരുടെ ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റിനെ എന്താ പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ റിസ്ക് വളരെ കുറവായിരിക്കും. Then aggressive portfolio. Here invest in expensive stocks. It offer big reward but also carry big risk. എക്സ്പെൻസീവ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ദറ്റ് മീൻസ് എന്താണ്, അവിടെ നമുക്ക് എന്താണ് റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് അറ്റ് ദ സെയിം ടൈം ദി ക്യാരി ബിഗ് റിസ്ക്. സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ദോസ് ഹു നീഡ് ഹയർ റിട്ടേൺ ആൻഡ് ഓൾസോ ഹാവ് എ ഹൈ റിസ്ക് ടോളറൻസ്. ഇറ്റ് റിക്വയർ ലോങ്ങർ ടൈം ഹോറിസൺ. ആക്ച്വലി ഹയർ റിസ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കും അതേസമയം ആ ഒരു ഹയർ റിസ്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോ ആണ് ദ അഗ്രസീവ് പോർട്ട്ഫോളിയോ. ഹിയർ ഇൻവെസ്റ്റ് ഇൻ എക്സ്പെൻസീവ് സ്റ്റോക്സ്. ദ തേർഡ് വൺ ഈസ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. Actually, we can say that the conservative means the suitable to those who are risky averse. That means conservative investor is known as risky averse and a short time horizon. ഇവിടെ എന്താണ്, ഇറ്റ് ഗിവ് പ്രയോറിറ്റി ടു സേഫ്റ്റിക്കാണ്. കൺസർവേറ്റീവ് ആണ് ഇൻവെസ്റ്റേഴ്സ്. അവരെന്താ റിസ്ക് അവേഴ്സാണ്, അത്രത്തോളം എന്താ റിസ്ക് എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സോ ഇറ്റ് കൺസിസ്റ്റ് ഹൈ ക്വാളിറ്റി ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. റെഗുലറായിട്ട് റിട്ടേൺ തരുന്ന അല്ലെങ്കിൽ ഡിവിഡൻഡ് തരുന്നതുമായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാം ഒരു ബൾക്കിനെ ഒരു പോർട്ട്ഫോളിയോ ആക്കി മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് പോർട്ട്ഫോളിയോ ഈസ് നോൺ ആസ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. So here it give priority to safety. So those who prefer safety, those invested in the conservative portfolios. Then the fourth one is efficient portfolio. Here we can say high return at a given level of risk. Actually ഇവിടെ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റർക്ക് ദേ എക്സ്പെക്ട് ഹയർ റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഹയർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോസ് ആണ് അല്ലെങ്കിൽ സെക്യൂരിറ്റികളാണ്. ഫോർ ദിസ് സെറ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് സെലക്ട് ദ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോർട്ട്ഫോളിയോകൾ നമുക്ക് കാണാൻ പറ്റും. ആ എഫിഷ്യൻ്റ് ആയതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരെണ്ണം പ്രിഫർ ചെയ്താൽ ദാറ്റ് ഈസ് നോൺ ആസ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. സോ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ നത്തിങ് ബട്ട് വി ക്യാൻ സേ ഹൈ റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു പർട്ടിക്കുലർ റിസ്കിൽ എന്താണ് നമുക്ക് ഒരുപാട് എന്താണ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെക്യൂരിറ്റികളായിരിക്കും ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ദെൻ വി ക്യാൻ സേ ദ ഫിഫ്ത്ത് വൺ moderately aggressive portfolio, or we can in other words we can say optimum portfolio. So in the previous category we say that one of the efficient portfolio, or we can choose the optimum portfolio from the efficient portfolio, that is the moderately aggressive portfolio. Here the individual with a longer time horizon and an average risk tolerance. ഇവിടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ദ ബാലൻസ് എമൗണ്ട് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഹൈ റിസ്ക് എടുക്കുന്നുമില്ല എന്നാൽ ഒരുപാട് റിട്ടേൺ കുറവുമല്ലാത്ത രീതിയിലും. They balance their risk and return. So the investor who maintain the risk and return, they will prefer to moderately aggressive portfolio or other optimum portfolio. Most of all we can say an individual should prefer or invest in an optimum portfolio. That's not only they can balance their risk and return. Okay, these are the various categories of portfolio or classification of portfolio. Then we go to another topic, that is selection of portfolio. While we selecting a particular portfolio, we should consider some factors which affecting the or which influencing the portfolio selection. Some of the factors are given here, and the first one is equity market. Actually before we investing in a particular security or portfolio, we have some confusions regarding invest directly or through an mutual funds. ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഓരോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇക്വിറ്റി മാർക്കറ്റ്. ആക്ച്വലി നമുക്ക് ആ ഇക്വിറ്റി മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ വി ക്യാൻ ഇൻവെസ്റ്റ് ത്രൂ ഡയറക്റ്റ്ലി
or otherwise we can go to a മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ്. സോ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും കൺസിസ്റ്റൻസിയും ഒക്കെ എന്താണ് സം ഓഫ് ദ ഫാക്ടർ ഫോർ ദ സെലക്ഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ. ആക്ച്വലി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മാർക്കറ്റ് ഫോർ ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പം നിലനിൽക്കുന്നത്. സോ അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആ മാർക്കറ്റ് അത്രത്തോളം നമ്മൾ സെലക്ട് ചെയ്യുന്ന സെക്യൂരിറ്റിനെ ബാധിക്കുന്നുണ്ട്. സോ we should consider the equity market. So one of the major important factor which affect the portfolio selection is equity market. Next we go to the next segment is knowledge and skills. So we should understand what is actual market. So by understanding the factors or by understanding the market or the individual performance of the individual security, we should have some knowledge and skills. ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് സഫീഷ്യൻറ്റ് ലെവലിൽ റിസ്ക്കോ റിട്ടേണോ തരുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇൻവെസ്റ്റ്മെൻറ്റിന് സെലക്ട് ചെയ്ത പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലും എബിലിറ്റീസും ഉണ്ട് എങ്കിൽ we can go to direct investment. Or we don't know what to invest, how to invest, we don't know actual time for the selection of the portfolio, so we can go to a mutual fund agencies. So knowledge and skills are one of the other factor which affect the selection of portfolio. നോളജും സ്കില്ലിൻ്റെയും ബേസിൽ മാത്രമേ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ കോമ്പിനേഷനെ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ വി ഷുഡ് ഹാവ് ദ നോളജ് ഫോർ ദി സെലക്ഷൻ. ആ ഒരു കോൺസെപ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ, അല്ലെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള, മാർക്കറ്റിനെ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ എത്രത്തോളം റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് സഫർ ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടേതായ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ we can go directly. So knowledge and skills are one of the other factors which affect the selection of the portfolio. Next we can say that the diversification is another factor. Through diversification we can reduce our risk. എത്രത്തോളം ഡൈവേഴ്സിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ട. ഡൈവേഴ്സിഫിക്കേഷൻ ഒരുപാട് കൂടുതലും ആകാൻ പാടില്ല, ഒരുപാട് കുറവും ആകാൻ പാടില്ല. സോ ഒപ്റ്റിമം ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരുപാട് സെക്യൂരിറ്റി, ഇപ്പോൾ ഒരു 1000 രൂപ 1000 സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം നല്ലതായിരിക്കണമെന്നില്ല. നമ്മൾ 1 രൂപ മാത്രമായിരിക്കും ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫേവർ ഫോർ ദി ഇൻവെസ്റ്റർ. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഒപ്റ്റിമം ആയിരിക്കണം. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ റിട്ടേണിനെ അത് അത്രത്തോളം ബാധിക്കുകയും ചെയ്യും. റിസ്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിമം റിസ്ക് ലെവൽ കീപ്പ് ചെയ്താലും മാത്രമേ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ നമുക്ക് കിട്ടുകയുള്ളൂ. So diversification is another factor which affect the selection of a portfolio. Then the fourth one, regulatory issues. The regulatory issues, we can say there are various factors which affect the portfolio selection. One of the factor or one of the important factor is regulatory issues. നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന മാർക്കറ്റിലുണ്ടാകുന്ന ഓരോ ഇൻഫോർമേഷൻസ് നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിൻ്റെ പ്രൈസിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ പോർട്ട്ഫോളിയോയിലാണെങ്കിൽ പോലും അതിനെ അത്രത്തോളം അഫക്റ്റ് ചെയ്യും. സോ സെബി പോലുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയാൽ മാത്രമേ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻവെസ്റ്റർക്ക് ഫേവറബിളായി മാറുകയുള്ളൂ. റെഗുലേറ്ററി ഇഷ്യൂസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം പോർട്ട്ഫോളിയോ സെലക്ഷൻ നടത്താൻ. ആക്ച്വലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബിയിലെ റൂൾസും കാര്യങ്ങളൊക്കെ ഒരു ഇൻഡിവിജ്വൽസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ
ഏറ്റവും ഫേവറബിളായ രീതിയിൽ എന്താണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻവെസ്റ്റർക്ക് കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാൻ അതിലൂടെ പറ്റുള്ളൂ. So regulatory issues are one of the other factors for the selection of the portfolio. And the next one is amount size. എത്ര എമൗണ്ട് ആണ് ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യും? പോർട്ട്ഫോളിയോൻ്റെ സെലക്ഷനെ ബാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രത്തോളം ഡൈവേഴ്സിഫിക്കേഷൻ അതിൽ പോസിബിൾ ആവുള്ളൂ. ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാവണം, അതിലൂടെ രണ്ട് രീതിയിലും ഉണ്ടാകുന്ന റിസ്ക് എങ്ങനെ, റിട്ടേൺ എങ്ങനെ, ഇതൊക്കെ ഒരു ഫാക്ടറാണ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാനുള്ളത്. സോ എമൗണ്ട് സൈസ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ സെലക്ഷനെ ബാധിക്കുന്ന കാര്യമാണ്. റിസ്കി സെക്യൂരിറ്റിയിലും റിസ്ക്ലെസ് സെക്യൂരിറ്റിയിലും നമുക്ക് ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു ഒപ്റ്റിമം പോർട്ട്ഫോളിയോ ആയി മാറുള്ളൂ. അതിനുള്ള എമൗണ്ട്, മിനിമം എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സോ വൺ അതർ ഫാക്ടർ ഈസ് എമൗണ്ട് സൈസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തുന്നതായിരിക്കണം. ആക്ച്വലി ലിക്വിഡിറ്റി മീൻസ് we can convert into actually in cash. എപ്പോഴാണോ അതിനെ നമുക്കൊരു സോഴ്സ് ഇൻകമായിട്ട് മാറ്റേണ്ടത്, അപ്പോൾ അതെന്തായിരിക്കണം? ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തുന്നതായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can expect a regular return from the mutual funds. സോ അങ്ങനെ ഒരു ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിലോട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അത്രത്തോളം ലിക്വിഡിറ്റി പ്രിഫർ ചെയ്യുന്നില്ല എങ്കിൽ ദേ ക്യാൻ ചൂസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തുന്നതായിരിക്കണം എന്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്ന ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ. ദ നെക്സ്റ്റ് വൺ ഈസ് കൺവീനിയൻസ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റിയിൽ നമുക്ക് കൺവീനിയൻസ് ആയിരിക്കണം. നമ്മുടെ ഒരുപാട് നമുക്ക് ഒട്ടും കൺവീനിയൻസ് അല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കാര്യമില്ല. നമുക്ക് കൺവീനിയൻസ് ആണ്, ഇതിൽ ഇത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാം, റിസ്ക് ഇത്രത്തോളം ഉണ്ടാവും, റിട്ടേൺ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമ്മൾ കൺവീനിയൻസ് ആയ രീതിയിൽ, കൺവീനിയൻസ് ആയിട്ട് അതിനെ ട്രേഡ് ചെയ്യാനൊക്കെ പറ്റിയാൽ മാത്രമേ ആ ഒരു പോർട്ട്ഫോളിയോ എക്സാക്റ്റ് പോർട്ട്ഫോളിയോ മാറുള്ളൂ. സോ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺവീനിയൻസും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ സെലക്ഷൻ പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ സം ഓഫ് ദി ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ സെലക്ഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ. ഇത് മാത്രമല്ല, ഇതിനും പുറമെ ഒരുപാട് ഫാക്ടേഴ്സ് എന്താണ് ഒരു പോർട്ട്ഫോളിയോ സെലക്ഷനെ ബാധിക്കുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണം മാത്രമാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മുടെ നോളജിനും സ്കില്ലിനും അനുസരിച്ച് വേണം പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Then diversification. It's not good too much of diversification. And the next one, regulatory. We should consider the regulations regarding the market. And the next one is amount of size. The amount what we actually invest in a particular investment. And the next one is 6, the liquidity position of a particular investor. And 7 one, the convenience. So these are the various factors. Thank you.